കൃഷിഭവൻ വില്ലേജ് അധികൃതർക്ക് ഭൂമാഫിയ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് എഴുപത്തിരുത്തി വില്ലേജ് ഓഫീസിന് മുന്നിൽ കർഷക സംഘം പ്രതിഷേധം നടത്തി. ധർണാ സമരം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് ഉപ്പാല ഉദ്ഘാടനം ചെയ്തു. ഏക്കർ കണക്കിന് വരുന്ന നെൽപ്പാടങ്ങൾ വൻകിട റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വേണ്ടി തരം മാറ്റുകയും 5 സെന്റിൽ വീട് നിർമ്മിക്കുന്നവന്റെ അപേക്ഷ നിരസിക്കുകയും ചെയ്യുന്നുവെന്നാരോപിച്ചാണ് എഴുപത്തിരുത്തി വില്ലേജ് കൃഷിഭവൻ അധികൃതരുടെ നടപടിക്കെതിരെ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധ പ്രകടനവുമായി വന്ന സമരക്കാരെ പോലീസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് ഉപ്പാല ഉദ്ഘാടനം ചെയ്തു. ഒരു ജനത ഈ നാട്ടിലുണ്ട്. ആ ജനതയെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള കർഷക സംഘം ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും. ഏതറ്റം വരെയും പോയാലും ഇവിടത്തെ തണ്ണീർത്തടങ്ങളെയും നെൽവയലുകളെയും പരമ്പരാഗത ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കുന്ന പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കേരള കർഷക സംഘം മുന്നിലുണ്ടാകുമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ വെയിലും കൊണ്ട് ഈ കുറെ സമര വളണ്ടിയർമാരിയിരിക്കുന്നത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, നാളേക്ക് വേണ്ടി കൂടിയാണ്. ഇവർക്ക് വേണ്ടിയല്ല, നാളെയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി കൂടിയാണ് ഈ സമരമെന്ന് മനസ്സിലാക്കുന്നത്. സർക്കാർ ഉത്തരവുകൾ കാറ്റിൽ പറത്തി ജനജീവിതം ദുസ്സഹമാക്കുന്ന ഉദ്യോഗസ്ഥ ഭൂമാഫിയകൾക്കെതിരെ കേരള കർഷക സംഘം എഴുപത്തിരുത്തി ചെറുവായ്ക്കര വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പൊന്നാനി താലൂക്കിലെ എഴുപത്തിരുത്തി വില്ലേജ് പരിധിയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പുകമറയാക്കി വ്യാപകമായി നടക്കുന്ന ക്രമക്കേടുകൾക്കെതിരെയും പാർപ്പിടം നിർമ്മിക്കുന്ന പാവപ്പെട്ടവന് നീതി ലഭിക്കുന്നതിനും വേണ്ടിയുമുള്ള മുദ്രാവാക്യം ഉയർത്തിയുമായിരുന്നു പ്രതിഷേധം. ഭൂമിശാസ്ത്രപരമായി വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് ഭൂമാഫിയകൾക്ക് വേണ്ടി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട വയലുകളും തണ്ണീർത്തടങ്ങളും തരം മാറ്റാൻ കൃഷി റവന്യൂ ഉദ്യോഗസ്ഥർ വഴിവിട്ട് ഒത്താശ ചെയ്യുന്നുവെന്നും ഇവർ ആരോപിച്ചു. ജനപക്ഷ ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്ക് വിപരീതമായ ചില ഉദ്യോഗസ്ഥരുടെ ഗൂഢതന്ത്രങ്ങൾ എഴുപത്തിരുത്തി വില്ലേജ് ഓഫീസിലും കൃഷി ഓഫീസിലുമുള്ളത് മറനീക്കി പുറത്തായതാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് വഴിവെച്ചത്. സംസ്ഥാനത്ത് ജനകീയ പ്രശ്നങ്ങൾക്ക് ദ്രുതഗതിയിൽ പരിഹാരം കാണുന്നതിന് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുമ്പോൾ സാധാരണക്കാരൻ ഓരോന്നിനും നെട്ടോട്ടമോടുന്ന സ്ഥിതി ഈ വില്ലേജിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമരത്തിൽ കർഷക സംഘം എഴുപത്തിരുത്തി വില്ലേജ് പ്രസിഡന്റ് മധുസൂദനൻ അധ്യക്ഷനായി. വി രമേശൻ, കെ ദിവാകരൻ, പി വി ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ചെറുവായ്ക്കര വില്ലേജ് സെക്രട്ടറി അബ്ദുൽ സലാം സ്വാഗതവും ധന്യ പതിയാരത്ത് നന്ദിയും പറഞ്ഞു. സമരത്തിന് കെ ബൈജു, സി പി സക്കീർ, പി കെ കുഞ്ഞുമൊയ്തീൻ, ധന്യ ജമാൽ, ഷാലി പ്രദീപ്, സി വി സുധ, ഒ വി ഹസീന, രഞ്ജിനി എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ്, പൊന്നാനി.